സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സം. കേന്ദ്രം പണം തടഞ്ഞുവെച്ചതാണ് പ്രതിസന്ധിയാകുന്നത് എന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സജോ, ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ധനമന്ത്രി പക്ഷേ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? സജോയിലേക്ക് അല്പസമയത്തിനകം വരാം. ശമ്പളം മുടങ്ങില്ല എന്ന് ധനമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നലെയാണ് ശമ്പളം ലഭിക്കേണ്ടിയിരുന്നത് സർക്കാർ ജീവനക്കാർക്ക്. സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ് ഇപ്പോഴും മന്ത്രി പറയുന്നത്. ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നും അദ്ദേഹം പറയുന്നു. ആദ്യം ധനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. വാർത്ത വരുന്നുണ്ട്, ഇപ്പോൾ ശമ്പളം മുടങ്ങും, പെൻഷൻ്റെ കാര്യത്തിൽ തടസ്സം വരും എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് സുപ്രീം കോടതി അതിൻ്റെ കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്. 13,600 കോടി അവിടെ നിന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എപ്പോഴും ഇത് കേസിന് പോയില്ലായിരുന്നെങ്കിലും കിട്ടേണ്ട പണമാണ്. സജോ ദിവസം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയെന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് മന്ത്രി പറയുന്ന ന്യായീകരണം? വേണു, സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശമ്പള ദിവസം ട്രഷറി നിയന്ത്രണം നടപ്പാകുന്നു, ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിൽ മന്ത്രി ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്. ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് പല അക്കൗണ്ടുകളിലേക്കും തുക എത്തിയതായി കാണിക്കുന്നുണ്ടെങ്കിലും ആ അക്കൗണ്ടുകൾ, ട്രഷറി അക്കൗണ്ടുകൾ മരവിച്ച അവസ്ഥയിലാണ്. അതായത് ആ തുക ഏതെങ്കിലും നിലയ്ക്ക് മാറ്റാനോ ഉപയോഗിക്കാനോ കഴിയില്ല. അതായത് ചുരുക്കത്തിൽ ശമ്പളം മുടങ്ങുകയാണ് ചെയ്തത്. അതിനെ സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വിശദീകരിക്കുന്നത്. ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന ഉറപ്പ് സർക്കാരിന് നൽകാൻ കഴിയും എന്ന് അദ്ദേഹം വാദിക്കുകയാണ്. ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം കേന്ദ്രം നൽകേണ്ട തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് കേന്ദ്ര വിഹിതം സംബന്ധിച്ചുള്ള ആക്ഷേപത്തിന്. അത് 13-ാം തീയതി വരാനിരിക്കുന്നു. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലഭിക്കേണ്ട 13,600 കോടി രൂപ കേന്ദ്രം നൽകുന്നില്ല. മറ്റൊരു തുക ലഭ്യമായിട്ടുണ്ട്. അത് പക്ഷേ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുക തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ചില തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. അത് പരിഹരിക്കും. കേന്ദ്രം പക്ഷേ സാമ്പത്തികമായി ഞെരുക്കുന്നു. ലഭിക്കേണ്ട കേന്ദ്രവിഹിതം ലഭ്യമാകുന്നില്ല. 13-ന് സുപ്രീം കോടതി കേരളത്തിൻ്റെ ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നുണ്ട്, ആ കേസ് പരിഗണിക്കാനിരിക്കുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും ശമ്പളം മുടങ്ങില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ശമ്പള വിതരണ സമയത്തുണ്ടായ പ്രതിസന്ധിയെ അദ്ദേഹം സാങ്കേതിക പ്രശ്നം എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം ഇക്കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഈ തുക മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, അത് ഉറപ്പാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ശമ്പളം, അതായത് സർക്കാർ ജീവനക്കാർക്ക് ഈ തുക പണം ലഭ്യമാകാതിരുന്നത് ഇങ്ങനെ അതോടൊപ്പം തന്നെ പെൻഷൻ വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പലർക്കും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകുന്നു. അത് പക്ഷേ സാങ്കേതികമായ ഒരു പ്രശ്നമാണ്. അത് പരിഹരിച്ചാൽ ഉടൻ ആ പ്രശ്നം മാറി എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അത് കേന്ദ്രം ഈ പണം നൽകാത്തത് കൊണ്ടാണ് എന്നുകൂടി വിശദീകരിക്കുകയാണ്. വേണം. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.